നമസ്കാരം. കൈതപ്രത്തെ ബി.ജെ.പി. പ്രാദേശിക നേതാവ് കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട കേസിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചന കുറ്റത്തിൽ ബി.ജെ.പി. മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി മിനി നമ്പ്യാരെയാണ് പരിയാരം SHOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പരിയാരം മാതമംഗലത്തിനടുത്തെ കൈതപ്രത്ത് ബി.ജെ.പി. പ്രവർത്തകന്റെ മരണത്തിന് കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദമെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നാണ്. വെടിയേറ്റ് മരിച്ച കെ രാധാകൃഷ്ണന്റെ ഭാര്യയും കേസിലെ പ്രതി NK സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. 6 മാസം മുൻപ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത്. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച ഇരുവരും വീണ്ടും അടുത്തു. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും വാക്കേറ്റവും നടക്കുകയും സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയിൽ കാമുകനും കാമുകിയും ചേർന്ന് നടപ്പിലാക്കിയതായിരുന്നു ക്രൂര കൊലപാതകം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ചെറുകുന്നിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യ വി മിനി നമ്പ്യാർ. രാധാകൃഷ്ണനെ വധിക്കാൻ 1-ാം പ്രതി പെരുമ്പടവ സ്വദേശി NK സന്തോഷിന് പ്രേരണ നൽകിയെന്ന കുറ്റത്തിനാണ് മിനിയെ പ്രതിയാക്കി കേസെടുത്തത്. രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഒത്താശ ചെയ്തെന്നും റിപ്പോർട്ടുണ്ട്. പരിയാരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മിനിയെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഇന്നലെ പരിയാരം ഇൻസ്പെക്ടർ MB വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘമെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. മാർച്ച് 20-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കൈതപ്രം പൊതുജന വായനശാലയ്ക്ക് പിറകിലുള്ള നിർമ്മാണത്തിലുള്ള പുതിയ വീട്ടിൽ വെച്ചാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുൻപ് പോലീസ് സന്തോഷിനെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയാണ് രമ്യതയിൽ കാര്യങ്ങൾ എത്തിച്ച് പറഞ്ഞുവിട്ടത്. എന്നാൽ പിന്നെയും യുവതിയും സന്തോഷും പരസ്പരം ബന്ധപ്പെടുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്ത് കുടുംബ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്തി. രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച സന്തോഷ് എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ലെന്നും എനിക്ക് വേണമെന്നും ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഇതിനുശേഷം തോക്ക് ചൂണ്ടി നിൽക്കുന്ന തന്റെ ചിത്രവും ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പൂർവ്വകാല സൗഹൃദമാണെന്ന് പോലീസിന്റെ FIR രേഖപ്പെടുത്തുകയും ചെയ്തു. രാധാകൃഷ്ണന്റെ എതിർപ്പ് കാരണമാണ് ഇവരുടെ ബന്ധം തകർന്നത്. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലെത്തിയത്. സ്കൂൾ അലൂമിനി യോഗത്തിലെ കണ്ടുമുട്ടലാണ് എല്ലാത്തിനും കാരണം. കൊലയാളിയായ സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു. മരിച്ച രാധാകൃഷ്ണൻ ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകനാണ്. ഇയാളുടെ ഭാര്യ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. സംഭവത്തിന് ശേഷം ബി.ജെ.പിയുടെ പുനഃസംഘടിക്കപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ്. രാധാകൃഷ്ണനും ഭാര്യയ്ക്കും 2 മക്കളുണ്ട്. മാർച്ച് 20-ന് വൈകിട്ട് 6:30-ഓടെയാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായി എത്തുന്ന നേരം നോക്കി സന്തോഷ് അങ്ങോട്ടേക്ക് തോക്കുമായി എത്തിയെന്നാണ് നിഗമനം. നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണന് നേരെ വെടിയുതിർത്തു. നെഞ്ചിൽ വെടിയേറ്റ രാധാകൃഷ്ണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വെടിശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കൃത്യം നടന്ന ശേഷം സംഭവ സ്ഥലത്ത് തുടർന്ന സന്തോഷിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിൽ പരിശീലനം നേടിയ ആളാണ് സന്തോഷ്.